നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പാചകം ചാനലിലേക്ക് സ്വാഗതം. ചോറിൻ്റെ ഒപ്പം വിളമ്പാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു തക്കാളിക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിനായിട്ട് ഞാനിവിടെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇടത്തരം വലുപ്പത്തിലുള്ളതാണ്. വലിയ തക്കാളി ആണെങ്കിൽ 3 എടുത്താൽ മതി. ഇത് നന്നായിട്ട് കഴുകി നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിതിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. നമ്മൾ ഈ തക്കാളി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്നതിനൊപ്പം നമുക്ക് കുറച്ച് സവാള വേണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് കീറിയെടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനം കൂടി നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് സവാള ചേർക്കാം. ഇതിനൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വാടി കിട്ടുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം ഞാനൊരു 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അത്ര അളവിൽ തന്നെ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇനി തക്കാളി നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കണം. നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി വഴന്ന് കിട്ടും. ഈ സമയം നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പിൽ ഒരല്പം കൂടി കൂടുതലുണ്ട്. അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. തക്കാളി ഇതിവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്രേവി പാകത്തിനാക്കി എടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഇത് തിളപ്പിക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. കുറച്ച് കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഈ കറിയിലേക്ക് ചേർക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തക്കാളിക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഊണിനൊപ്പം വിളമ്പാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. പാചകം ചാനലിൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിൽ കാണുന്നതിന് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.